ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ലൈനിങ് ബ്ലൗസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാർട്ട് ഉണ്ടോ, നമ്മുടെ രണ്ട് ഭാഗത്തുള്ള നമ്മുടെ ടെക്കുകളുടെ ഇടയിലുള്ള ബോഡി പാർട്ട് നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും തമ്മിൽ കൂട്ടി യോജിക്കാതെ ലൂസായി കിടക്കുന്നു. അതുപോലെ തന്നെ ബാക്ക് പാർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി ചെയ്തെടുക്കാൻ കഴിയുക എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ബാക്ക് ഡാർട്സിൻ്റെ ഭാഗമാണിത്. അപ്പോൾ ഈ ഒരു ഡാർട്സിൻ്റെ ഭാഗത്ത് നമുക്ക് രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ഡാർട്സ് വേണം. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഒന്ന് സൂചി കൊണ്ടൊന്ന് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ രണ്ടാമത്തെ ഭാഗത്ത് നമുക്ക് ആ ഒരു ടെക്കിൻ്റെ പോയിന്റ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക് ഭാഗത്തുള്ള രണ്ട് ഭാഗത്തുള്ള ടെക്കുകൾ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിനെ നമ്മുടെ ബ്ലൗസ് പീസും തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം ഇവിടെ നമ്മൾ ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിന് വെച്ച് കൊടുത്താൽ നമ്മുടെ നെക്കിൻ്റെ വൈഡ് എത്രയാണോ വെച്ചത് അത് നമുക്കിവിടെ ഷോൾഡർ ഭാഗത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് അളവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. കണ്ടോ, ഇവിടെ നമുക്കിവിടെ വ്യത്യാസം വരാൻ പാടില്ല. നമ്മൾ എങ്ങനെയാണോ എത്ര അളവ് വെച്ചിട്ടാണോ നമ്മളത് കട്ട് ചെയ്തത് അതേ അളവിൽ തന്നെ നമുക്കവിടെ കിട്ടണം. ഇതുപോലെ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും കൂട്ടി നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു നെക്ക് ഭാഗമൊക്കെ ലൂസാകാതെ കറക്റ്റായിട്ട് കിട്ടണം. നമ്മൾ ആ ഒരു പിൻ ചെയ്തെടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെ നമുക്ക് തയ്ച്ച് കിട്ടണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്ക് പാർട്ട് നല്ല ഫിനിഷിങ്ങോടുകൂടി നിങ്ങൾക്ക് ധരിക്കുന്ന സമയത്ത് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ബാക്ക് പാർട്ട് ലൂസായി കിടക്കും. അതായത് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും തമ്മിൽ യോജിക്കാതെ രണ്ട് പീസും വേറെ വേറെ കിടക്കുന്ന രീതിയിലാണ് വരിക. നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിറ്റിങ്ങോടുകൂടി ബ്ലൗസ് ഉണ്ടാകുമെങ്കിലും മുകളിലത്തെ പീസ് നമ്മുടെ സാരി പീസൊക്കെ ലൂസായി കിടക്കും. അപ്പോൾ അത് നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിച്ച് സ്റ്റിച്ചിങ് ചെയ്യുക. ഇനി നമുക്കിവിടെ നിന്ന് ഈ ഒരു സൈഡും കണ്ടോ, നമുക്ക് രണ്ട് പീസും നമ്മുടെ ലൈനിങ് പീസും ബ്ലൗസ് പീസും കണ്ടോ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തത് കണ്ടോ, ഇതുപോലെ കിട്ടും. നമുക്കിവിടെ ഈ ഒരു രണ്ട് വശത്ത് തീരുന്ന സ്ഥലത്തൊന്നും നമുക്ക് ചുരുക്കൊന്നും വരാതെ അതുപോലെ തന്നെ കൂടുതലൊന്നും ലൂസൊന്നും വരാതെ രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയണം. അതിനുശേഷം നമുക്കിവിടെ വരുന്ന എക്സ്ട്രാ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ലൈനിങ്ങിലാണ് ബ്ലൗസിൻ്റെ കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് ആ ഒരു ലൈനിങ്ങിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്ലൗസ് പീസിനെയും നമ്മൾ ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. കേട്ടോ, നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. കേട്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഡാർട്സ് ആണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡാർട്സ് തയ്ക്കുന്ന സമയത്താണ് കൂടുതൽ ആൾക്കാർക്കും പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ നമ്മൾ തയ്ക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് കിട്ടാതെ ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ രണ്ട് ടെക്കിൻ്റെയും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് വെക്കുക. കേട്ടോ, നമ്മൾ ആദ്യത്തെ ടെക്കിന് വേണ്ടി നമ്മൾ കട്ടിങ് സമയത്ത് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇവിടെ നമ്മൾ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പീസ് ഡാർട്സ് തയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ പിടിച്ച് തയ്ക്കുന്ന സമയത്താണ് നമുക്കിവിടെ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റ് നമ്മുടെ ബ്ലൗസിൻ്റെ പീസും ലൈനിങ് പീസും ഒരേ രീതിയിൽ മടങ്ങിയില്ലെങ്കിലാണ് നമുക്കിവിടെ ലൂസ് അനുഭവപ്പെടുക. നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ ലൂസ് അനുഭവപ്പെടുക. അപ്പോൾ അത് നമുക്കൊന്ന് കറക്റ്റ് കിട്ടുവാൻ വേണ്ടി നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കില്ലേ, ഈ ഒരു മാർക്കിൽ കൂടി നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കണം. രണ്ട് മാർക്കിൽ സ്റ്റിച്ചിങ് കൊടുക്കണം. ഈ ഒരു സ്റ്റിച്ചിങ് വെച്ചാൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ നല്ലവണ്ണം ഒന്ന് സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടി വെച്ച് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ലോങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. ചെറിയ സ്റ്റിച്ചിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്കിത് അയച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ലോങ്ങിൽ നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ രണ്ടാമത്തെ ഡാർട്സിലും
നമ്മൾ അതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിവിടെ 2 സ്ഥലത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഇനി ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും. അതായത് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ ബ്ലൗസ് പീസും തമ്മിൽ ഇവിടെ ലൂസൊന്നും അനുഭവപ്പെടാതെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതുപോലെ വെച്ച് നമുക്ക് ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. കണ്ടോ, ഇവിടെ മടക്കിയെടുക്കുമ്പോൾ ഇനി നമ്മുടെ ഉൾവശത്തുള്ള നമ്മുടെ ആ ഒരു ബ്ലൗസ് പീസില്ലേ, അതൊരിക്കലും നമുക്ക് ലൂസ് ആവില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടും. കാരണം നമുക്ക് 2 പീസും ഒരേ രീതിയിൽ മടങ്ങി വന്നിട്ടുണ്ട്, ഇതുപോലെ കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡാർട്സ് തയ്ച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ ഡാർട്സ് തയ്ക്കാൻ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൽ കൂടി ഒന്ന് മടക്കി ഇതുപോലെ പിടിക്കുക. നിങ്ങൾക്ക് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാകുക. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് 2 ഭാഗത്തുള്ള ഡാർട്സ് നമ്മൾ തയ്ച്ചു. ഇനി നമുക്ക് ഈ ഒരു ഡാർട്സിനെ നമുക്ക് സൈഡ് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെക്കുക. കണ്ടോ, നമ്മുടെ സൈഡ് ഭാഗത്തേക്കാണ് ഈ ഒരു ഡാർട്സിനെ നമ്മൾ പതിച്ച് വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ സൈഡ് വശത്തേക്ക് ഇതുപോലെ പതിച്ച് വെക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെയുള്ള നമ്മൾ ആദ്യം തയ്ച്ചിട്ടുള്ള ആ ഒരു ലോങ്ങിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് അഴിച്ച് മാറ്റാം. 2 ഭാഗത്തും നമുക്കത് അഴിച്ച് മാറ്റും. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, നമുക്ക് നല്ല വൃത്തിയോടുകൂടി നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ. അതായത് നമുക്ക് ഈ ഒരു 2 ഡാർട്സുകളും ഇടയിൽ ലൂസൊന്നുമില്ലാതെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ ഒരു ഡാർട്സ് തയ്ച്ചിട്ടില്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് ലൂസൊന്നും ഉണ്ടാവില്ല. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടും. ധരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല ടൈറ്റോട്, നമ്മുടെ ഉൾവശത്തുള്ള പീസ് എത്രയാണോ ടൈറ്റിൽ നിൽക്കുന്നത് അതേ ടൈറ്റോട് കൂടി തന്നെ മുകൾ ഭാഗത്തുള്ള പീസ് നിൽക്കും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഹെമ്മിങ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ഒരു പീസ് കൂടി തയ്ച്ചു കൊടുക്കാം. നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തത്. ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് ആദ്യം നമ്മൾ ഒരു മടക്കി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡാർട്സ് തയ്ച്ചുള്ള ആ ഒരു ഭാഗമില്ല, അവിടെ നമുക്കൊരു ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുക. ഇതുപോലെ പ്ലീറ്റ് കൊടുക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു പ്ലീറ്റ് ഇവിടെയും കൊടുക്കുന്നു. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ പതിച്ച് വെച്ച് നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബ്ലൗസ് തയ്ക്കുന്ന സമയത്ത് ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സൈഡ് ഭാഗം മടക്കി വെക്കുകയാണ് ചെയ്യുക. ഇതുപോലെ നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്കിവിടെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാൻ കഴിയും. കണ്ടോ, ഈ ഒരു ഡാർട്സ് തയ്ച്ചിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ നമുക്ക് നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കും. നമുക്ക് കൂടുതൽ ടൈറ്റോ ലൂസോ ഒന്നും അനുഭവപ്പെടാതെ തന്നെ വൃത്തിയോടുകൂടി നമുക്കിതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.